ഇന്ന് മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. ഞങ്ങളെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും ക്രിസ്തുവേശുവിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങൾക്കും പിന്നിൽ അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരുപാട് സഹോദരിമാരുടെ കണ്ണീരിൽ കുതിർന്ന ചരിത്രങ്ങൾ നമുക്ക് പറയുവാനുണ്ട്. എന്നാൽ സാഹചര്യങ്ങളെയും വെല്ലുവിളികളെയും മറികടന്ന് ഉയരങ്ങൾ കീഴടക്കിയ ചില സഹോദരിമാരെ പറ്റി ഇന്ന് നമുക്ക് കേൾക്കാം. 7-ാം വയസ്സ് മുതൽ മാലിന്യ ശേഖരണത്തിന് വിധിക്കപ്പെട്ടിരുന്ന ഒരു ദളിത് വനിതയായിരുന്നു ഉഷ ചാമോർ. രാജസ്ഥാനിൽ ജനിച്ച താൻ സ്ത്രീ ശാക്തീകരണത്തിനായി സുലഭ് ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയുടെ ഭാഗമായിക്കൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും അവരുടെ വിദ്യാഭ്യാസവും തൊഴിലും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ആയതിനാൽ തൻ്റെ പ്രയത്നത്തിൻ്റെ ഭാഗമായി 2020 പത്മശ്രീ പുരസ്കാരത്തിന് അർഹത നേടി. ഇതുപോലെ തന്നെ ഇന്ത്യൻ വനിതാ വിദ്യാഭ്യാസത്തിനും സാമൂഹ്യ പരിഷ്കരണത്തിനും വലിയ സംഭാവന നൽകിയ ധീര വനിതയായിരുന്നു പണ്ഡിത രമാബായി. കർണാടകയിലെ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച താൻ അക്കാലത്തെ വ്യവസ്ഥകൾ മറികടന്ന് വിദ്യ അഭ്യസിച്ചു. 1882 വിധവയായ താൻ പിൽക്കാലത്ത് ക്രിസ്തുവിനെ സ്വീകരിച്ച് തന്റെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് അനാഥരായ സ്ത്രീകൾക്കും വിധവകൾക്കും നിർദ്ധരായ കുട്ടികൾക്കും സുരക്ഷിതത്വവും വിദ്യാഭ്യാസവും ആത്മീക ഉണർവും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മുക്തി മിഷന്റെ സ്ഥാപകയായി മാറി. കഠിന അധ്വാനവും ആത്മവിശ്വാസം കൊണ്ട് സ്വന്തം വൈകല്യങ്ങളെ തോൽപ്പിച്ച ഇംഗ്ലീഷ് വനിതയാണ് ഹെലൻ കില്ലർ. കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെട്ട അവൾ സ്വയപ്രയത്നത്താൽ സാഹിത്യം, സാമൂഹ്യ പ്രവർത്തനം, ടീച്ചിങ് എന്നീ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചുകൊണ്ട് ലോകത്തിന് പ്രചോദനമായ വനിതയായി മാറി. ഇവരെയൊക്കെ പോലെ തന്നെ സാമ്പത്തിക മേഖലയിൽ സ്ത്രീകൾക്ക് ഏറ്റവും പ്രചോദനമായ വ്യക്തിയാണ് അരുന്ധതി ഭട്ടാചാര്യ. 200 വർഷത്തിലേറെ നീണ്ട ചരിത്രത്തിൽ ബാങ്കിനെ നയിച്ച ആദ്യ വനിതയായി അവർ ചരിത്രം സൃഷ്ടിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ചെയർപേഴ്സണും കൂടാതെ ഫോർബ്സ് പട്ടികയിൽ ഏറ്റവും ശക്തരായ വനിതാ നേതാക്കളിൽ ഒരാളുമാണ് അരുന്ധതി ഭട്ടാചാര്യ. ഒരു അമേരിക്കൻ വൈദ്യനും മിഷണറിയുമാണ് ഡോക്ടർ ഐഡ സോഫിയ സ്കഡർ. 1870 ഡിസംബർ 9 ഇന്ത്യയിൽ ജനിച്ചു. വനിതകൾക്കും കുട്ടികൾക്കും നിലവിലുണ്ടായിരുന്ന ആരോഗ്യപരമായ ദുരിതങ്ങൾ കണ്ടതിന്റെ പ്രേരണയിൽ മെഡിക്കൽ വിദ്യാഭ്യാസം നേടി. 1900 ഇന്ത്യയിലേക്ക് മടങ്ങിയ സ്കഡർ വെല്ലൂരിൽ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമായി ഒരു ചെറിയ ക്ലിനിക്ക് ആരംഭിച്ചു. പിന്നീട് അത് പ്രശസ്തമായ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജായി CMC വെല്ലൂർ വികസിച്ചു. 1960 അന്തരിച്ച സ്കഡർ ഇന്ത്യയിലെ വനിതാ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി വലിയ സംഭാവന നൽകിയ മഹതിയാണ്. Just like that, another woman known as Oprah Winfrey was born in a rural area of Mississippi. During her childhood and teenage years, she endured many hardships and abuse, but she overcame them. She entered into the field of radio broadcasting to become one of the world's most influential media personalities. She also started a show known as The Oprah Winfrey Show, which later became one of the world's most renowned shows. നാം ഇപ്പോൾ കേട്ട വനിതകൾ ആരും തന്നെ ഒരു നിമിഷം കൊണ്ട് മഹത്വ്യക്തികളായവരല്ല. അവരെല്ലാവരും തന്നെ പ്രതികൂല സാഹചര്യങ്ങളിലുള്ളവരായിരുന്നു. ആ പ്രതികൂലങ്ങൾ അവരെ പിന്നിലേക്ക് വലിക്കുമ്പോഴും അവർ ഓരോരുത്തരും അവരുടെ ലക്ഷ്യത്തിലേക്ക് നോക്കി കുതിച്ചു. അതിനാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും നമ്മൾ അതിനെ നോക്കാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നോക്കി കുതിക്കുക. നാം എല്ലാവരും അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ള അല്പകാര്യങ്ങളാണെങ്കിൽ കൂടിയും നമ്മൾ അതിൽ വിശ്വസ്തരായിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ അവർ വിശ്വസ്തരായിരുന്നത് കൊണ്ട് തന്നെ അവർ ലോകമെമ്പാടും അറിയപ്പെടുന്ന പ്രശസ്ത വനിതകളായി തീർന്നു. ഇങ്ങനെ അല്പത്തിൽ വിശ്വസ്തരായിരിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വനിതാ ദിനാശംസകൾ.